കർണാടകയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും മകളുടെ കാമുകനും അറസ്റ്റിലായി. ബംഗളൂരു ബൊമ്മനഹള്ളി സ്വദേശി ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൾ പവിത്ര, കാമുകനായ ലവ്ലിഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കുറ്റം സമ്മതിച്ചതായും പ്രണയബന്ധത്തെ ജയലക്ഷ്മി എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജയലക്ഷ്മിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. അമ്മ കുളിമുറിയിൽ വീണെന്നും തുടർന്ന് ബോധരഹിതയായെന്നുമാണ് മകൾ പറഞ്ഞിരുന്നത്. കുളിമുറിയിൽ വീണ അമ്മയെ പിന്നീട് കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയെന്നും എന്നാൽ ഉടൻ മരണം സംഭവിച്ചെന്നുമായിരുന്നു പവിത്ര പോലീസിന് നൽകിയ മൊഴി. ഇതോടെ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടായത്. കൊലപാതക സംശയം വിരൽ ചൂണ്ടുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജയലക്ഷ്മി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതോടെ പോലീസിന് സംശയം ബലപ്പെട്ടു. ഇതോടെയാണ് മകളുടെ മൊഴിയിൽ സംശയം ഉണ്ടായതും. പവിത്രയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. പവിത്രയും കാമുകനും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ പവിത്ര വീടിന് സമീപം പലചരക്ക് കട നടത്തുകയായിരുന്നു. ഇതിനിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ലവ്ലിഷിനെ ജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള മുറി വാടകയ്ക്ക് നൽകി. തുടർന്നാണ് ജയലക്ഷ്മിയുടെ മകളായ പവിത്രയും ലവ്ലിഷും അടുപ്പത്തിലാവുന്നത്. എന്നാൽ ഇവരുടെ പ്രണയത്തെ ജയലക്ഷ്മി എതിർത്തു. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ മകളോട് പറഞ്ഞു. പക്ഷേ അമ്മയുടെ എതിർപ്പ് മറികടന്ന് പവിത്ര ലവ്ലിഷുമായുള്ള ബന്ധം തുടർന്നാണ് തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി ജയലക്ഷ്മിയെ കൊലപ്പെടുത്താൻ ഇരുവരും തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.